എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മാൽദീവ്സിലേക്ക് എങ്ങനെ ഫാമിലിനെ കൊണ്ടുവരാന്നുള്ളതാണ്. മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് മാൽദീവ്സിലേക്ക് വരുമ്പോൾ എങ്ങനെ ഫാമിലിനെ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്, അതായത് ആരാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ, ഇവരാണ് നമുക്ക് ഡിപ്പെൻഡന്റ് വിസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വിസയിൽ മാൽദീവ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അനിയൻ, ചേട്ടൻ, അനിയത്തി ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്ക് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വിസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ ഫോം, അതായത് മാൽദീവ്സിലേക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ അച്ഛനെ അമ്മേനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ IM-21 എന്ന് പറയുന്ന ഒരു ഫോം മാൽദീവ്സിലെ ഇമിഗ്രേഷൻ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് സ്കൂളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അതായത് അത് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എയർലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവണം. അതായത് നമ്മൾ ഏത് ദിവസമാണ് അറൈവ് ചെയ്യുന്നത്, ഏത് ഫ്ലൈറ്റിനാണ് വരുന്നത്, ആ ഫ്ലൈറ്റ് നമ്പറും കാര്യങ്ങളും ഒക്കെ അതിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പ് IM-21 എന്നുള്ളതാണ് ആ ഫോമിന്റെ പേര്. ആ ഫോം ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് സ്കൂളിലെ ഓഫീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി നമ്മളെ സ്പോൺസർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അത് 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ അപ്രൂവൽ കിട്ടും. അതായത് ഈ ഫോം പ്രകാരമുള്ള വാലിഡിറ്റി എന്ന് വെച്ചാൽ 90 ഡേയ്സ് ആണ് നമുക്ക് സ്പോൺസർഷിപ്പിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 90 ഡേയ്സ് സ്റ്റേ ചെയ്യാം. 90 ഡേയ്സിനുള്ളിൽ നമുക്ക് ഏകദേശം 90 ദിവസം ആവാറാകുമ്പോൾ നമുക്കത് ഡിപ്പെൻഡന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിപ്പെൻഡന്റ് വിസ എടുക്കാനുള്ളത് IM-23 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ്. IM-23 ഫോം ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് സ്കൂളിൽ ഏൽപ്പിക്കുക. അതും മിനിസ്റ്റർ തന്നെയാണ് അപ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം പറഞ്ഞു, സ്പോൺസർഷിപ്പ് ആണ് കൊണ്ടുവരിക എന്നുള്ളത്. സ്പോൺസർഷിപ്പ് നമുക്ക് മിനിസ്ട്രിയിൽ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് അടുത്തായിട്ട് അത് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ, അതായത് ഇമുഗ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇമിഗ്രേഷന്റെ വെബ്സൈറ്റ് ആണ്. ഇമുഗ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. വീണ്ടും ആ ഇമുഗയിൽ നമ്മൾക്ക് മിനിസ്ട്രിയിൽ നിന്ന് അപ്രൂവൽ കിട്ടും. ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഇമുഗയിൽ അപ്ലോഡ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ മാലയിൽ റീച്ച് ആവുന്ന രീതിയിൽ വേണം അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പോൺസർഷിപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ ട്രാവൽ ചെയ്യുന്നതിന് അടുത്തായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ആ ഫോം അപ്രൂവലിന് വേണ്ടിയിട്ട് ഇമുഗയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഡിപ്പെൻഡന്റ് പിന്നീടാണ് 3 മാസത്തിന് കഴിയാറാകുമ്പോൾ നമുക്ക് ഡിപ്പെൻഡന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിപ്പെൻഡന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലെയുള്ള പ്രൊസീജിയറാണ്. IM-21 ഫോമിന് പകരം IM-23 ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഡിപ്പെൻഡന്റ് വിസയുടെ കാലാവധി 1 ഇയർ ആണ്. 1 ഇയർ കഴിഞ്ഞ് വീണ്ടും നമുക്ക് മാൽദീവ്സിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡന്റ് വിസ വീണ്ടും നമുക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്പോൺസർഷിപ്പ്, ഡിപ്പെൻഡന്റ് എല്ലാ വിസയും ഫ്രീ ആയിട്ടാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മുന്നേ ഒക്കെ ചേഞ്ച് ഉണ്ടായിരുന്നു. മുന്നേ ഒക്കെ നമ്മളൊരു ചെറിയൊരു ഫീസ് പേ ചെയ്യണമായിരുന്നു ഡിപ്പെൻഡന്റ് വിസയ്ക്ക്. എന്നാൽ ഇപ്പോഴും അങ്ങനെയുള്ള ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമുഗയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരിക്കണം. അതായത് ആരാണോ വരുന്നത് അവരുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം. നമ്മൾ അച്ഛനും അമ്മേനെയാണ് നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആരാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇനി കുട്ടീനെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ വൈഫിനെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യണം. ഇത്രയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും പാസ്പോർട്ട്. ഇത്രയും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാൽദീവ്സിലേക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും.